ഹലോ നമസ്കാരം. കുക്കിംഗ് വിത്ത് മമതയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കൈപ്പയ്ക്ക അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കൈപ്പയ്ക്കാണ് എടുത്തിരിക്കുന്നത്. ഒരു കൈപ്പയ്ക്ക വട്ടത്തിൽ അരിഞ്ഞിട്ടെടുക്കുക. അത് ഈ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കണ ആവി കയറ്റണ പാത്രത്തിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റി എടുക്കുക. ആവി വന്നാൽ മാത്രം മതി, ഓഫ് ചെയ്യുക. വെന്ത് ഉടഞ്ഞു പോകരുത് പാവയ്ക്ക. ഇനി വേറൊരു പാത്രത്തിൽ പച്ചമുളകും വെളുത്തുള്ളിയും വെച്ചിട്ട് അതും ഒന്ന് ആവി കയറ്റിയെടുക്കുക. ഒരു 10-15 വെളുത്തുള്ളിയും 10-15 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അതും ഇതേപോലെ ആവി വന്ന ഉടനെ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. തണുത്തതിന് ശേഷം അതൊന്ന് വെളുത്തുള്ളിയിലൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒപ്പി മാറ്റി വയ്ക്കുക. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് നല്ലെണ്ണ ഒഴിക്കുക. നല്ലെണ്ണ ഒഴിച്ചിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ കടുക്. ഈ കടുകും ഉലുവയൊക്കെ നന്നായിട്ട് പൊട്ടണം. ഈ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഈ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പച്ചമുളക് ഞെട്ടിയില്ലാതെയാണ് ആവി കയറ്റി എടുത്ത് വെക്കുന്നത്. അതേപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ട് അതും ഒന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. പച്ചമുളക് ഇതേപോലെ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1 കപ്പ് വെള്ളം ഒഴിക്കുക. ഇനി ഇതിലേക്ക് ഒരു 4 ടീസ്പൂൺ വിനാഗിരി ചേർക്കുക. 1 ടീസ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര, 1 ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് തിളയ്ക്കണം. ഈ വെള്ളം വിനാഗിരിയൊക്കെ നന്നായിട്ട് തിളച്ച് വരണം. നന്നായിട്ട് തിളച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ആ കൈപ്പയ്ക്കയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഓഫ് ചെയ്തതിന് ശേഷം ഈ കൈപ്പയ്ക്കയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഈ കൈപ്പയ്ക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തണുത്തതിന് ശേഷം ഒരു കുപ്പിയിലാക്കി വയ്ക്കാം. അപ്പോൾ ഇത് കുറേ നാൾ കേടാകാതെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബായ്. താങ്ക് യു.